ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യുക്ക് റിവിഷൻ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. 5 മിനിറ്റിനകം അല്ലെങ്കിൽ മാക്സിമം 7 മിനിറ്റിനകം 2 ടോപ്പിക്സിന്റെ ഫുൾ പോയിന്റ്സ്, അതായത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് ഫുൾ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റിയിട്ടും 2 പുന്നപ്ര വയലാർ സമരത്തെ പറ്റിയിട്ടുമാണ്. വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ഒന്ന് റിവിഷൻ ചെയ്ത് എക്സാമിന് ഈ ഒരു മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ GKയുടെ ഫുൾ മോക്ക് ടെസ്റ്റ്, അതുപോലെ ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് ചേരുന്ന മോക്ക് ടെസ്റ്റ് നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട്. 199 രൂപയ്ക്കാണ്. ഇതിനകത്ത് 55 ഹോട്ട് ടോപ്പിക്സിന്റെ 24 സെറ്റ് മോക്ക് ടെസ്റ്റുകളും, അതുപോലെ ഫുൾ GK കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷിന്റെ ഏപ്രിൽ 13 തൊട്ട് മെയ് 1 വരെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുമാണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും മിക്ക ക്വസ്റ്റ്യൻസും കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എക്സ്ട്രാ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തേക്ക്. ആ നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക. എത്രയും പെട്ടെന്ന് അയക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിൻസ് വരെ ആയിരിക്കും ഇതിന്റെ വാലിഡിറ്റി, മോക്ക് ടെസ്റ്റിന്റെ ആയാലും ഹോട്ട് ടോപ്പിക്സ് ക്ലാസിന്റെ ആയാലും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റിയിട്ടാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 2 ചോദ്യങ്ങളും PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ഒന്നാമത്തത്, എന്താണ് ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്? എന്താണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്? ഇതിന്റെ മുന്നിലത്തെ പേരെന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സംയുക്ത രാഷ്ട്രീയ സമിതി എന്നാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ മുൻപുണ്ടായിരുന്ന പേര്. സംയുക്ത രാഷ്ട്രീയ സമിതി. 1938 ഫെബ്രുവരിയിലാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന പേരിലേക്ക് മാറുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പഠിക്കുക. സംയുക്ത രാഷ്ട്രീയ സമിതി 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിട്ട് മാറുന്നത്. ഫെബ്രുവരിയിൽ 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നു. ആദ്യം എന്തായിരുന്നു? സംയുക്ത രാഷ്ട്രീയ സമിതി. ഓക്കെ, ആദ്യത്തെ പ്രസിഡന്റ്, പ്രീവിയസ് ചോദ്യം എപ്പോഴും ചോദിക്കും. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ളൈ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പട്ടം താണുപിള്ളൈ ആയിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു 2 പേരാണ്, PS നടരാജപിള്ളൈ ആൻഡ് KT തോമസ്. 2 പേരാണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇവിടെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട വനിത ആരാ എന്ന് ചോദിക്കുവാണെങ്കിൽ അക്കാമ ചെറിയാന്റെ പേര് എപ്പോഴും ഓർത്തോണം. ഇപ്പൊ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട വനിതയുടെ പേര് എവിടെയെങ്കിലും കാണുവാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിൽ അക്കാമ ചെറിയാന്റെ കാര്യം ആലോചിക്കുക. ആദ്യത്തെ വുമൺ ആക്ടിംഗ് പ്രസിഡന്റ് അക്കാമ ചെറിയാനായിരുന്നു. അതുപോലെ രാജധാനി മാർച്ച് എന്ന് പറയുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ലീഡ് ചെയ്തത് അക്കാമ ചെറിയാനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ദേവസേവിക സംഘ്. സ്ത്രീകളുടെ ഒരു ഓർഗനൈസേഷൻ ആണ് ദേശസേവിക സംഘ്. ദേവയല്ല കേട്ടോ, ദേശസേവിക സംഘം എന്ന് പറയുന്നത്. ദേശസേവിക സംഘം എന്ന് പറയുന്നത് അക്കാമ ചെറിയാൻ ലീഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തതാണ്. രാജധാനി മാർച്ച് ലീഡ് ചെയ്തതും അക്കാമ ചെറിയാനാണ്. ഓക്കെ ആണല്ലോ. ഈ രാജധാനി മാർച്ച് നടന്നത് 1938 ഒക്ടോബർ മാസം 23-നാണ്. 1938 ഒക്ടോബർ മാസം 23-നാണ് രാജധാനി മാർച്ച് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഒക്ടോബർ 24-ാം തീയതി എന്ത് സംഭവിച്ചു? ആലപ്പുഴയില് അതിഗംഭീരമായ പൊതുയോഗം, പ്രകടനം ഒക്കെ നടന്നിരുന്നു. അവിടെ വെച്ചിട്ട് പോലീസ് വെടിവെച്ച കഥയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്തത് 1938-ലാണ്. ഫസ്റ്റ് പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. ഫസ്റ്റ് സെക്രട്ടറീസ് എന്ന് പറയുന്നത് PS നടരാജപിള്ളയും KT തോമസും ആണ്. ഫസ്റ്റ് വുമൺ ആക്ടിംഗ് പ്രസിഡന്റ് അക്കാമ ചെറിയാനായിരുന്നു. രാജധാനി മാർച്ച് ലീഡ് ചെയ്തത് അക്കാമ ചെറിയാനാണ്. അതുപോലെ ദേശസേവിക സംഘം എന്ന് പറയുന്ന ഓർഗനൈസ് ചെയ്തതും അക്കാമ ചെറിയാനാണ്. അത് സ്ത്രീകളുടെ കൂട്ടമാണ്. അതുപോലെ രാജധാനി മാർച്ച് നടക്കുന്നത് ഒക്ടോബർ 23, 1938-നായിരുന്നു. ഗാന്ധിജി അക്കാമ ചെറിയാനെ വിളിച്ചത് എന്താ? പ്രീവിയസ് ചോദ്യമാണ്. ഝാൻസി റാണി ഓഫ് തിരുവിതാംകൂർ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിളിച്ചത് അക്കാമ ചെറിയാനെയാണ്. അപ്പൊ രാജധാനി മാർച്ച് എവിടെ വെച്ചിട്ടാണ് നടന്നത്? കവടിയാർ, തമ്പാനൂർ ടു കവടിയാർ ആണ്. തമ്പാനൂരിൽ നിന്നും കവടിയാർ വരെ ആയിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒരു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും തൊട്ട് അടുത്ത് നമ്മൾ പുന്നപ്ര വയലാർ പറയുന്ന സമയത്തും പറയുന്ന ഒരു ദിവാന്റെ പേരുണ്ടല്ലോ. ഒരു ദിവാനെതിരെ, ഏത് ദിവാനാ? CP രാമസ്വാമി അയ്യർ അല്ലെ. അപ്പം CP രാമസ്വാമി അയ്യർക്കെതിരെ മഹാരാജാവിന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ത് സമർപ്പിച്ചിരുന്നു? ഇതിനെതിരെ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പം ഇദ്ദേഹത്തിനെതിരെ CP രാമസ്വാമി അയ്യർക്കെതിരെ ദിവാനായിരുന്നു അദ്ദേഹത്തിനെതിരെ കുറെ കാര്യങ്ങൾ എഴുതി മഹാരാജാവിന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു നിവേദനം സമർപ്പിച്ചു. അതിനകത്ത് ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹത്തെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉദ്യോഗത്തിൽ നിന്നും ഇദ്ദേഹത്തെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഈ കൂട്ടത്തിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള, ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പോയിന്റ് കൂടെ പറയാം. 1938 നവംബറില് രാജാവിന്റെ ജന്മദിനത്തില് തിരുവനന്തപുരത്ത് ഒരു വമ്പിച്ച പ്രകടനം നടത്താനായിട്ട് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ഷൻ കൗൺസിൽ പരിപാടി തയ്യാറാക്കി. ഇത് നിരോധിച്ചു. അതായത് ഈ ഒരു സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിക്കുകയും നേതാക്കന്മാരെ ഇതോടുകൂടിയിട്ട് വിട്ടയക്കുകയും ചെയ്തു എന്നൂടെ ഓർത്തു വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് ഞാൻ പറഞ്ഞു, കഥ പറയാൻ നേരെയില്ല, നമുക്ക് ക്വിക്ക് റിവിഷൻ ആണ്. രണ്ടാമത്തെ ടോപ്പിക്കാണ് പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? അമേരിക്കൻ മോഡൽ ഇൻ അറേബ്യൻ സീ, അല്ലെ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്ന സ്ലോഗൻ, എന്ന് പറയുന്ന മുദ്രാവാക്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇതെന്തിനെതിരെയായിരുന്നു? അജിറ്റേഷൻ ഇൻ ട്രാവൻകൂർ അഗൈൻസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ട്രാവൻകൂർ ദ അമേരിക്കൻ മോഡൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം. ഈ ഒരു അമേരിക്കൻ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം നമ്മുടെ തിരുവിതാംകൂറിൽ വേണ്ടെന്നും തിരുവിതാംകൂറിന് സ്വാതന്ത്ര്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരം തുടങ്ങുന്നത്. അപ്പം ഇവിടെ CP രാമസ്വാമി അയ്യർ തന്നെയാണ് ഇവരുടെ ശത്രു എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് അമേരിക്കൻ മോഡൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം അവിടെ നടപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് ആവശ്യപ്പെട്ടത്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു ശങ്കരനാരായണൻ തമ്പി, CK കുമാരപ്പണിക്കർ, TV തോമസ്, പീറ്റർ ആൻഡ് ആർ സുഗതൻ. ഇത്രയും പേരായിരുന്നു. മറ്റൊരു പേരെന്താ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് തുലാം 10 സമരം. മറ്റൊരു പേരായിരുന്നു തുലാം 10 സമരം എന്ന് പറയുന്നത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. അതുപോലെ CP resigned due to the negative reaction of the people, but a few days later he yielded it to pressure from the Maharaja to assume the post of Diwan. ദിവാനായിട്ട് ഒന്ന് ഇറങ്ങി നിന്നു, ഒന്ന് റിസൈൻ ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹം CP രാമസ്വാമി അയ്യർ പിന്നെയും ദിവാനായിട്ട് തന്നെ കയറി. അതിനുശേഷം on 27/1947 1947 the details of the constitution of independent Travancore were issued through the press release. 1947 ജനുവരി 27 ഒരു ഇൻഡിപെൻഡന്റ്, അതായത് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടുള്ള തിരുവിതാംകൂറിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസ് റിലീസ് വഴി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ CK കുമാരപ്പണിക്കറിനെയാണ് നമ്മൾ വയലാർ സ്റ്റാലിൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. എന്താണ് ഈ പറഞ്ഞതുപോലെ പുന്നപ്ര വയലാർ സമരം എന്ന് ചോദിക്കുമ്പം പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? CP രാമസ്വാമി അയ്യരുടെ ദുർഭരണം മാറ്റുക, അദ്ദേഹം ഇറങ്ങിക്കൊടുക്കുക. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ ദിവാന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് ഉത്തരവാദ ഭരണം സ്ഥാപിക്കാനുള്ള ധീരനിശ്ചയത്തോടെ ആലപ്പുഴ ജില്ലയിലെ തങ്ങളുടെ സുശക്ത കേന്ദ്രങ്ങളിൽ അക്രമാസക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. 1946 ഒക്ടോബറിൽ പുന്നപ്രയിലും വയലാറിലും അതിരൂക്ഷമായ ജനകീയ മുന്നേറ്റം ഉണ്ടാവുകയും തൊഴിലാളികൾ ഗവൺമെന്റ് അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിനോടും പട്ടാളത്തോടും സാഹസികമായിട്ട് ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്തു. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ 24 പുന്നപ്രയിൽ പോലീസും തൊഴിലാളികളും തമ്മിലുണ്ടായ ഉഗ്ര പോരാട്ടത്തില് ഏകദേശം 200ഓളം ആൾക്കാരാണ് മരണപ്പെട്ടത്. സർക്കാർ ആലപ്പുഴയും ചേർത്തലയും പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ദിവാൻ സർ CP രാമസ്വാമിയർ നേരിട്ട് ആ പ്രദേശങ്ങളിലെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും പ്രവർത്തനങ്ങളുടെ ലീഡറായിട്ട് മാറി. വയലാറിലെ തൊഴിലാളികൾ കല്ലുകളും വാരിക്കുന്തങ്ങളും ആയുധങ്ങളാക്കി തീക്ഷ്ണമായി എതിർത്തു നിന്നു. പക്ഷെ സമരം ചെയ്ത തൊഴിലാളികളെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഭീമമായ ശക്തി വിഴുങ്ങിക്കളഞ്ഞു. അത് കൃത്യമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട പോയിന്റ് മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളെ പറ്റിയിട്ടാണ്. ഉഷ്ണരാശി എന്ന് പറയുന്ന ബുക്ക് KV മോഹൻകുമാറിന്റെയാണ്. ഉഷ്ണരാശി ഇത് പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തലയോട് തകഴി ശിവശങ്കര പിള്ളയുടെയാണ്. ഉലക്ക P കേശവദേവന്റെയാണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. വയലാർ ഗർജിക്കുന്നു P ഭാസ്കരന്റെയാണ്. പതാക K സുരേന്ദ്രന്റെയാണ്. അപ്പൊ ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്, നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ മോക്ക് ടെസ്റ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡീറ്റെയിൽസ് വെച്ച് വായിച്ചു നോക്കിയതിന് ശേഷം നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.